ഹലോ. ഹലോ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. സാധാരണ എപ്പോഴും പെരുന്നാളിൻ്റെ തലേന്ന് തന്നെ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ ഡെസേർട്ട്സ് എല്ലാം ഉണ്ടാക്കി ഞാൻ റെഡിയാക്കി വെക്കും. പക്ഷേ ഈ പ്രാവശ്യത്തെ പെരുന്നാൾക്ക് അത് പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ ഇന്നലെ നോമ്പും പിന്നെ കുറച്ച് പരിപാടിയെല്ലാം ഉണ്ടായി. പിന്നെ ഇന്നലെ അതിൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ടായി. അപ്പം അതിൻ്റെ ഉള്ള ബാക്കിലെല്ലാം ആയതുകൊണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് കറണ്ട് പോയി. അപ്പോൾ പിന്നെ കഴിഞ്ഞൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാ പണിയും ലിറ്ററലി എല്ലാ പണിയും ഇപ്പോൾ ബാക്കിയായിട്ടാണുള്ളത്. എല്ലാം എനിക്കിപ്പോൾ ചെയ്യാൻ തുടങ്ങണത്രയാണ്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് അതെല്ലാം കാണാം. അങ്ങനെ വേഗം കിച്ചണിൽ പോയി പണി തുടങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് പായസവും ബട്ടർ പുഡിങ്ങാണ് ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായത്. അങ്ങനെ ഫസ്റ്റ് പുഡിങ്ങിൻ്റെ പണി തീർത്ത് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ ബട്ടർ പുഡിങ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായി. സാധാരണ എൻ്റെ വീട്ടിൽ എപ്പോഴും ഷിർഹുറുമയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ പാലട പായസം ചെയ്തു. അതിന് ശേഷം വീട്ടിൽ കുറച്ച് ഊതെല്ലാം കത്തിച്ച് വെച്ചാൽ അന്നേരം പുറത്ത് നല്ല മഴയുണ്ട്. ഗൈസ്, രാവിലെ തുടങ്ങിയ പണിയാണ് ഇപ്പോഴാണ് ഒന്ന് കഴിഞ്ഞ് കിട്ടിയത്. ഇനിയിപ്പോൾ കുളിക്കണം, നിസ്കരിക്കാനുണ്ട്. അപ്പോൾ ഇനി കുളിച്ചിട്ട് നിസ്കരിച്ചിട്ടെല്ലാം വന്ന് നമുക്ക് കാണാം. ഗൈസ്, അങ്ങനെ കുളിച്ചിട്ട് വന്ന് ഇനിയിപ്പോൾ നിസ്കരിക്കണം. അപ്പോൾ നിസ്കരിച്ചിട്ട് വരാം. നിസ്കരിച്ചിട്ടെല്ലാം വരുമ്പോഴത്തേക്ക് എൻ്റെ കസിനും എൻ്റെ മൂത്താലും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളിച്ച് കഴിഞ്ഞ് നിസ്കരിച്ച് കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്യണത്രയാണ്. ഡ്രസ്സ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്. ഡ്രസ്സെല്ലാം ചെയ്യാൻ ഇനി കുറച്ച് സമയം എടുക്കും. ഫുഡ് കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എത്രയാണ്. അപ്പോൾ എന്തായാലും ഡാഡി ചില്ലി ചിക്കൻ ആക്കുന്നുണ്ട് ഉച്ചക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഡാഡിന് ചില്ലി ചിക്കനിൽ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെന്താ, അപ്പോൾ ഞാനിനിപ്പോൾ കിച്ചണിൽ പോയി നോക്കട്ടെ. ഇപ്പോൾ ഡാഡി ചില്ലി ചിക്കൻ ആക്കി കഴിഞ്ഞോ എന്നല്ലേ പറയണം. കേസിൻ്റെ മെഹന്തി. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഞാൻ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഡാഡി ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. പിന്നെന്താ, അത് കഴിഞ്ഞ് നമുക്ക് ഡ്രസ്സ് ചെയ്യാം. അപ്പോൾ പുഡിങ് അവിടെ ഉണ്ട്. ഫുഡെല്ലാം കഴിച്ച് റെഡിയാവാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഞാൻ വള വാങ്ങിയിട്ടില്ലാന്ന്. എനിക്കാണ് വളയിടാൻ പുതിയതായിട്ട് കഴിയുന്നുണ്ടായിട്ടില്ല. അങ്ങനെ നേരെ പോയി വള വാങ്ങാൻ വേണ്ടിയിട്ട്. ഗൈസ്, ഇനിയിപ്പോൾ എനിക്ക് റെഡിയാവാനുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇനിയിപ്പോൾ ഇത് ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്ത് കാണാം. ഗൈസ്, ഇനി ഞാൻ റെഡി ആവാൻ വേണ്ടി പോകുന്നതാണ്. ഞാൻ എൻ്റെ റെഡി ആവുന്നതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാം ഷോർട്സ് പോയി കാണാം. പിന്നെന്താ, കുറേ എന്തെല്ലോ പ്ലാൻ ഉണ്ട്. മീൻസ് ഹെയർ കുറച്ച് കേളെല്ലാം ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതൊന്നും അറിയുന്നില്ല. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. പിന്നെന്താ, ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് മമ്മി ഡാഡിൻ്റെ വീട്ടിലേക്ക് പോകണം. അതെല്ലാം നല്ല പണി. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഞാൻ ഓൾറെഡി ഇതിൻ്റെ മുന്നത്തുള്ള ഷോർട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഡ്രസ്സ്, മറ്റേ എസ്തെറ്റിക് വൈബെല്ലാം ആക്കിയിട്ടുള്ള. അപ്പോൾ എന്താ, ഇനി പോവാ, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വരാം. ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ നേരെ പോകുന്നുള്ളത് എൻ്റെ ആൻറ്റീൻ്റെ വീട്ടിലേക്കാണ്. ഗൈസ്, ഞാൻ ഡ്രസ്സ് റെഡിയായ ശേഷം എൻ്റെ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് എൻ്റെ ആൻറ്റീനെ കൂട്ടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഇതാണ് എൻ്റെ ആൻറ്റി, അവലത്തെ ആൻറ്റി. അങ്ങനെ വീട്ടിലേക്ക് വന്ന് വേഗം ഫുഡ് കഴിച്ചിട്ട് ഞാൻ നേരെ വിട്ട് എൻ്റെ മമ്മീൻ്റെ വീട്ടിലേക്ക്. ഈദ് മുബാറക്. താങ്ക് യു. മമ്മീൻ്റെ വീട്ടിൽ പോയി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ആൻറ്റിയും കസിൻസെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട്. ഗൈസ്,
ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് ഫോട്ടോ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ കുറച്ച് ഉറങ്ങണം. ഉറങ്ങി എണീച്ച ശേഷം ബാക്കി ഫോട്ടോ എടുക്കണം. അങ്ങനെ കുറച്ച് സമയം ഉറങ്ങി എണിച്ച് ഞാൻ നേരെ പോയി എൻ്റെ ഡാഡിൻ്റെ വീട്ടിലേക്ക്. വൈകുന്നേരം സാധാരണ എപ്പോഴും ഞാൻ ഡാഡിൻ്റെ വീട്ടിലേക്കാണ് പോകല്. അവിടെ നിന്നായിരിക്കും മിക്ക ഒരു ഫോട്ടോയിൽ എടുക്കൽ. ഡാഡിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇത്. കടലും കുന്നലായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല ആൾക്കാരുണ്ടായി, അത്രയ്ക്ക് ആൾക്കാരുണ്ടായി. അങ്ങനെ ഡാഡിൻ്റെ വീട്ടിൽ പോയി ഫോട്ടോസ് എല്ലാം എടുത്ത് ഏകദേശം രാത്രി ആവാറായി. ഇനി മമ്മീൻ്റെ വീട്ടിൽ പോകാണ്ട് അടുപ്പൊരു ഫുഡ് കഴിച്ചാൽ എൻ്റെ പെരുന്നാൾ കഴിഞ്ഞ ഗൈസ്. ഞാൻ അങ്ങനെ മമ്മീൻ്റെ വീട്ടിലേക്ക് എത്തി. ഇതാണ് കേട്ടോ എൻ്റെ അത്ത. ഞാൻ നേരെ കിച്ചണിൽ പോകുമ്പോൾ അവിടെ എൻ്റെ ദീദി ഉണ്ടായി. ഇതെൻ്റെ അങ്കിളാണ്. പിന്നെ ഇത് എൻ്റെ ചെറിയ കസിൻസ്. അത് ചെറുതാണെങ്കിലും എൻ്റെ കാട്ടിയുണ്ട് ഇവരെ ഹൈറ്റ് കാണാൻ. പിന്നെ എനിക്ക് എൻ്റെ ദീദി രാവിലെ എനിക്ക് ജ്യൂസ് തന്ന് ഇപ്പോൾ എനിക്ക് പായസം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ എൻ്റെ റുക്സാൻ ആൻറ്റി മട്ടൻ കറി വെക്കുന്നുണ്ട്. പിന്നെ ഒരു സൈഡിൽ ആൻറ്റി ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡിന്നറും കൂടി കഴിച്ച് നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. ഇനി ഞാൻ പെരുന്നാൾക്ക് എടുത്ത എൻ്റെ 2 ഫോട്ടോസും എൻ്റെ ഡാഡിയും മമ്മീൻ്റെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസും കൂടി ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതായിട്ട് എൻ്റെ പെരുന്നാൾ. എനിക്ക് ഈ വ്ളോഗിൽ എല്ലാം അങ്ങ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോയെന്ന് ചോദിച്ചെങ്കിൽ ഇല്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത് എന്താ വെച്ചാൽ എനിക്ക് ആ ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിട്ടില്ല. എങ്ങനെ വ്ളോഗ് എടുക്കുക, എന്താണെന്നൊന്നും എനിക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടായിട്ടില്ല. ഫസ്റ്റ് അതിൻ്റെ ഒരു കുഴപ്പമായിരിക്കും. ഇനി അങ്ങോട്ടേക്ക് അത് ശരിയാവും. പിന്നെ എൻ്റെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇതേ സെയിം സാധനം. എന്താ വെച്ചാൽ ഉപ്പാൻ്റെ വീടും ഉമ്മാൻ്റെ വീടെല്ലാം അടുത്തടുത്തായതുകൊണ്ട് എന്നാലും ഓക്കെ ഓവറോൾ ഒരു നല്ല പെരുന്നാളായിരുന്നു. ഒന്നാം നല്ല ടയർഡാണ്. ഇന്നലെ രാത്രി നേരം ഉറങ്ങിയിട്ടില്ല. ഇന്ന് രാവിലെ എണീച്ച് ഫുള്ള് പണി. അങ്ങനെ എൻ്റെ നല്ല ടയർഡായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ. അപ്പോൾ എല്ലാവരും ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ബൈ.